എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? മനോഹരമായിരുന്നു. പറയൂ. ഞാൻ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഞാൻ എന്റെ ഒരു ഇത് നമ്മളിങ്ങനെ നോക്കില്ലേ, എന്താ ഇത്? ഞാൻ ഇത്രയും ശ്രദ്ധയോടെ ഈ അടുത്തൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് വായി നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് പാട്ടിലേക്ക് ഇടക്കൊക്കെ ഒന്ന് കേറണ്ടേ ഷാനിക്കോ? ഗെയിം കളിച്ച് പാട്ട് മറന്നുപോയി. അതെ അതെ, മേലിറങ്ങി കുറച്ചു നേരം ജോലി ചെയ്തുകൊണ്ട് ആകെ ബോഡിയൊക്കെ ഹീറ്റ് ആയിട്ട് നിൽക്കുക. അതെ അതെ. ഭാവൻ ചേച്ചിയുടെ ഏറ്റവും നന്നായിട്ട് ഡാൻസ് പെർഫോം ചെയ്ത ഒരു സ്റ്റേജ് ഏതാ ഓർക്ക? സ്റ്റേജോ? ഏറ്റവും സ്റ്റേജ് ആക്ച്വലി ഞാനൊരു ഭരതനാട്യം പെർഫോമറാണ്. പക്ഷെ ഞാൻ മടിയായിട്ട് നിർത്തിയതാണ്. പക്ഷെ കുറെ പേർക്കും അറിയില്ല. കാരണം ഞാൻ മൂവിയിൽ ഈ ഒരു വെസ്റ്റേൺ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ ക്ലാസിക്കൽ ടീച്ചർ എപ്പോഴും എന്നെ പലര് വഴിയും ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണ കാര്യമാണ്, പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. എനിക്ക് ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ നല്ല മടിയുള്ളതുകൊണ്ട് ഞാൻ മെല്ലെ ഇങ്ങനെ അതെല്ലാം പഠിച്ചിട്ടുണ്ട് ചേച്ചി. ഭരതനാട്യം മോഹിനിയാട്ടം. ഇവൾ നന്നായി കളിക്കുന്നു. എനിക്ക് മനസ്സിലായി ഈ ഡയലോഗ് വന്നത്. ഇവള് എപ്പോഴും പറയും കണ്ടിന്യൂ ചെയ്തൂടെ, അങ്ങനെ കിഡിലൻ ഡാൻസറാണ് ശരിക്കും. മടിയാണ്. നമ്മളിവിടെ കളിച്ചപ്പോ തന്നെ ഞാന് മറ്റേ അവിടെ പഠിക്കുമ്പോ തന്നെ, ഭരതനാട്യം പഠിക്കുമ്പോ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വർണ്ണം പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോകും. പക്ഷെ അകത്തുനിന്ന് ഞാൻ കളിക്കുന്നത് ഫുൾ ബോളിവുഡ് ഡാൻസും അതൊക്കെ ആയിരിക്കും. അതിനോടാണ് അങ്ങനെ അത് എനിക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഭരതനാട്യം ഇത്തിരി ക്ഷമ വേണമല്ലോ. പക്ഷെ ഇപ്പോഴും ചില നല്ല പെർഫോമൻസ് കാണുമ്പോൾ അയ്യോ പഠിക്കാൻ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ തോന്നും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഓർത്ത് വെക്കാനുള്ള സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസും ഒക്കെയാണ്. അതിനുള്ള ഒരു സ്പിരിറ്റ് എനിക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. കാരണം അതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒരു നമ്മുടെ സ്കൂളിന് വേണ്ടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ എപ്പോഴും. ഹരിച്ചേട്ടാ കണ്ട കൊള്ളായിരുന്നു ഹരിച്ചേട്ടാ, സൂപ്പർ. തൽക്കാലത്തേക്ക് വെച്ചു. ഓക്കെ, ഞാൻ വരാണേ. ഷാനിക്ക ഇനി പെൺപുലികളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. രമ്യ ചേച്ചി ഒന്ന് കടം തന്ന ഒരു ഗ്ലാസ് കൊണ്ട് 4 പേരുണ്ട്. സൂപ്പർ. വേണോ മോളെ? ഭാവൻ ചേച്ചി ഞാൻ ഈ ഷെയ്ഡ്സ് ഇപ്പൊ ലേലത്തിന് വെക്കാൻ പേര് വെച്ച് ഫേമസ് ആയ ആരൊക്കെ വെച്ചു? രമ്യ രമേശൻ, ഭാവന, സെൽഫി ഒക്കെ. ഓക്കെ ഹരി, ഇതങ്ങ് മറന്നേക്കും. സ്നേഹമല്ലേ വലുത്? അല്ല, എനിക്കതാണ്. എന്താണ് ഹരിച്ചേട്ടാ ഭാവൻ ചേച്ചിക്കല്ലേ കൊടുക്കാൻ പോകുന്നേ? അത് ഒടിച്ചെനിക്ക് തരുമോ കുറച്ച്? ഒരു കഷ്ണം. അല്ല, ഭാവനക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ രമ്യ അത് എടുത്തിട്ട് ഉടക്കും. ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയാണ്. അവക്കും വേണ്ട, എനിക്കും വേണ്ട. ഭാവൻ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, ലിപ്സ്റ്റിക്. അല്ല ചേച്ചി? അത് ഇവൾ എന്റെ എടുത്തോണ്ട് പോകാറുണ്ട് ഞാൻ അറിയാതെ. ഭയങ്കര ക്രേസ്. അതെ അതെ, അല്ല രമ്യ എടുക്ക് ഭാവനയുടെ ലിപ്സ്റ്റിക് എടുത്തിട്ട് തറയിൽ വരയ്ക്കും, നക്കും. നമ്മൾ ചില വ്യക്തികൾ ഒരു കാര്യങ്ങൾ പറയുമ്പോ അവരുടെ മനസ്സിലുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അതിനെ എടുക്കണം. ഓക്കെ. അതെ, ഞാൻ രമ്യ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ തറയിലും നക്കിയിട്ടും മൂക്കിനകത്ത്